രണ്ട് ദിവസമായിട്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ആ യുവസുന്ദരിയുടെ വീഡിയോസും ഇന്റർവ്യൂസുമാണ് കൂടുതലും വരാറുള്ളത്. മറ്റാരുമല്ല, നമ്മളുടെ നായിക രേണു സുധി, കൊല്ലം സുധിയുടെ പത്നി, മരിച്ചുപോയ കൊല്ലം സുധിയുടെ പത്നി ആയിരുന്ന രേണു സുധിയുടെ വീഡിയോസാണ് മൊത്തം വരാറുള്ളത്. പുള്ളിക്കാരത്തിയെ കണ്ടതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു ഗഹനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? കാര്യം കേരളത്തിന്റെ യൂട്യൂബ് വ്യവസായം രണ്ട് ധ്രുവങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മളുടെ രേണു സുധിയുടെ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്ലെ? ചിലവര് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലവര് രേണു സുധിയെ നിഷ്കരണം തള്ളിക്കളയുന്നു. ഞാൻ ഈ പറയുന്ന വിഭാഗത്തില് പുള്ളിക്കാരത്തിയുടെ കോട്ടയം ജില്ലാ ഫാൻസ് അസോസിയേഷൻ മെമ്പറായ ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി എന്ന് പറയാൻ 32 വയസ്സേ ഉള്ള പെണ്ണിന്, കുട്ടി കുഞ്ഞിപ്പെണ്ണാണ്, സുന്ദരിയാണ്, സുമുഖിയാണ്, സർവോപരി സുഗോത്തമയാണ്. അപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒരു ധ്രുവത്തിൽ, കേരളത്തിന്റെ ഒരു ധ്രുവത്തിൽ പറയുന്നു രേണു സുധി കാണിക്കുന്നത് ഈ പറയുന്ന റീച്ചിന് വേണ്ടിയാണ്, പൈസയ്ക്ക് വേണ്ടിയാണ്, ശരീരം വിൽക്കുകയാണ് എന്ന് വേണ്ട, സുധിയുടെ പേര് കളയുകയാണ് എന്നൊക്കെ പറയുന്നു. മറ്റു ചിലർ, എന്നെ പോലെയുള്ള മൂഢന്മാർ എന്ന് വേണേൽ പറയാം, എന്നെ പോലെയുള്ള മൂഢന്മാർ പറയുന്നു അതങ്ങനല്ല എന്ന്. അപ്പൊ ഈ അതങ്ങനെയല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു, ഈ വീഡിയോയിൽ കൂടെ പറയുന്നു. ഈ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്ക് കിട്ടണം പണം എന്നാണല്ലോ ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ വരുന്നത്. എൻ്റെ ഉദ്ദേശം അതൊക്കെ തന്നെ. അപ്പൊ എല്ലാവരുടെയും ഉദ്ദേശവും ഈ കമ്പും കോലും മൊബൈലുമായിട്ട് വരുമ്പോ ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും, 90% ആൾക്കാരുടെയും ചിന്ത. ഒരു 10% കാണുമായിരിക്കാം അവരുടെ ആ ഒരു പ്രവർത്തന മേഖല അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി ഒക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ 90% ആൾക്കാരും ഉപയോഗിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചോളം പല പല കല്യാണം കഴിക്കുന്നു, പല പല താലിചാർത്തൽ നടക്കുന്നു. അപ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങള് ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുന്നു. എന്താണ്? രേണു സുധി മരിച്ചതിന് ശേഷം പല പല കല്യാണം കഴിക്കുന്നു. എൻ്റെ ഒരു സംശയം, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ, ഈ ഒരു പാവയ്ക്ക മുഴം നീളമുള്ള കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ കേരളത്തിലല്ല, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കല്യാണം കഴിക്കുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് വേറൊരു കല്യാണം കഴിക്കാമെന്ന്. അതായത് അതിനെല്ലാത്തിനും ഒരു നിയമമുണ്ടല്ലോ. പക്ഷെങ്കിൽ ഷടാങ്ങുകൾ പലതും നടത്താം നമുക്ക് ഒരു ദിവസം, പലതായിട്ട്. അതൊന്നും ആരും ചോദിക്കാൻ വരുന്നില്ല. അപ്പോൾ അതൊരു കച്ചവട അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പോലീസ് അതിന് തടയിടുള്ളൂ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ യുവ നടി, പുള്ളിക്കാരത്തി ഒരു കലാകാരിയാണെന്ന് അവകാശപ്പെടുന്നു, നാടക നടിയാണ്. പുള്ളിക്കാരത്തി ഈ ഓരോ അമ്പലത്തിലും അല്ലെങ്കിൽ ഓരോ വഴിയരികിലും പോയി പല നടന്മാരുമായിട്ട് സംഘം ചേർന്ന് കല്യാണ വീഡിയോയും വാഹനത്തിന് തടവെച്ചുകൊണ്ട് ട്രാഫിക് ജാമും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോ ഈ പറയുന്ന പ്രബുദ്ധരായിട്ടുള്ള കേരള ജനങ്ങൾ അങ്ങനെ ശങ്കിക്കേണ്ട കാര്യമുണ്ടോ? ഈ രേണു സുധി കല്യാണം കഴിച്ചു, സുധിച്ചേട്ടനെ ചതിച്ചു എന്നുള്ളത്. സുധി എന്ന് പറയുന്നത്, കൊല്ലം സുധി ഒരു കലാകാരനായിരുന്നു. പുള്ളിക്കാരൻ ഈ ഫ്ലവേഴ്സ് ടിവിയിൽ, ചാനലിൽ ഈ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, സ്റ്റാർ നൈറ്റ്സോ അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ മിക്കവാറും ആൾക്കാർ അത് കാണാൻ ഒരു വൈമുഖ്യം ഉണ്ടായിരിക്കാം. എനിക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ എനിക്കത് ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് കൂടെ കയറി വന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു കലാകാരനായിരുന്നു ഈ പറയുന്ന കൊല്ലം സുധി. മരിച്ചതിന് ശേഷമാണ് കൊല്ലം സുധി യൂട്യൂബിൽ ഇത്രയധികം ചർച്ചയിലേക്ക് വരുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ ഒരു പ്രധാന ഉത്തരവാദി നമ്മുടെ രേണുജിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പാലക്കാരി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹണി റോസ്, പുള്ളിക്കാരത്തെ പറ്റി ഒരു ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു കേസ് വന്നപ്പോഴും. അപ്പോൾ ആ ചർച്ചയിൽ തന്നെ കേരളം 2 ധ്രുവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ധ്രുവങ്ങളിൽ കൂടുതലായിട്ടും ഈ അംഗസംഖ്യയും അംഗബലവും
യൂട്യൂബിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഹണി റോസിനെ സൈഡ് ചെയ്തുകൊണ്ടുള്ള കമന്റുകളും വീഡിയോകളും ആസൂത്രിതമായിട്ട് അല്ലെങ്കിൽ ആസൂത്രണമായിട്ട് നടന്നത് അല്ലെ, സ്വാഭാവികം. അതിനകത്താണ് ന്യായം കൂടുതലുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ആർക്കും അവരുടേതായ ഇഷ്ടത്തിലാണ് വസ്ത്രധാരണയും നടത്താനുള്ള അവകാശം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹേയ് ഈ പോർഷൻ എന്തായി പറയുന്നത്, അവര് ഈ പറയുന്ന ഇനാഗ്രേഷൻ അല്ലേ പോകുന്നത്? അപ്പൊ ഇനാഗ്രേഷന് പോകുന്നത് അല്ല ഈ പറയുന്ന രേണുകുട്ടി നടത്തുന്നത്. രേണുകുട്ടി ഇവിടെ കൂത്താടുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആശാന്മാരെ, ഇത് ജീവിതമല്ലേ, പച്ചരി മേടിക്കാനല്ലേ? ഇതൊരു മാട്ടെ കലാരൂപമായിട്ട് കണ്ട് നമ്മൾ അതിനെ സഹകരിക്കുക, നമ്മളല്ല, ഞാൻ അതിനെ സഹകരിച്ചു പോകുന്നു. അതുകൊണ്ട് രേണുവിന്റെ കൂടുതലായിട്ടുള്ള വീഡിയോ ഞാൻ കാണാറില്ല. ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു വശം. അപ്പോ പുള്ളിക്കാരത്തെ ഒരു ചെറിയൊരു വരുമാന മാർഗത്തിന് വേണ്ടി ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പം പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യത്തിലാണ് നമുക്ക് ഒരാൾക്ക് ആരാധന ഉണ്ടാകാം. വൈരാഗ്യത്തിൽ കൂടി ഒരു ആരാധന, അതൊരു ടൈപ്പ് ഓഫ് ആരാധനയാണ്. സ്നേഹത്തിൽ കൂടി ഒരു ടൈപ്പ് ഓഫ് ആരാധനയാണ് എന്ന് പറഞ്ഞു കൂട്ട്. നെഗറ്റീവ് അപ്രോച്ചിൽ കൂടി ഒരു ആള് ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ പോസിറ്റീവ് സ്ഥാനത്തിൽ കൂടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർവ്വസാധാരണമാണ്. യൂട്യൂബിൽ നെഗറ്റീവിൽ കൂടി ചർച്ച ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എന്റെ രീതിയിൽ ഇതൊരു നെഗറ്റീവ് ആണെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരത്തിയുടെ ആ ഒരു പ്രവൃത്തിയും ആ ഡ്രസ്സും ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം പണ്ട് സന്തോഷ് പണ്ഡിറ്റ് വീഡിയോസ് ഇറക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പുള്ളി അന്നും ഇഷ്ടമായിരുന്നു, ഞാനത് കാണത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് വലിയ രസം തോന്നിയിട്ടില്ല. ഈ പറയുന്നത് പോലെ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് രസം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കലായിട്ടൊരു ഫീലിംഗ് മനുഷ്യനുണ്ട് അല്ലെ. ആ ഒരു ഫീലിങ്ങിനെ മുതലെടുത്താണ് ഈ പറയുന്ന സന്തോഷ് പണ്ഡിറ്റ് വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞു കൂട്ട് തന്നെ ഈ നമ്മുടെ രേണു പെണ്ണും ഇത് എടുക്കുന്നു അല്ലെ. അപ്പോ ജനങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ പല ധ്രുവത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുക, ഇവിടെ ചെയ്യുന്ന പോക്കത്തരമല്ലേ, ഇവിടെ നല്ല രീതിയിൽ ഡ്രസ് ഇടാൻ മേലെ, ഇവിടെ ആ സുധിച്ചേട്ടന്റെ പേര് കളയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. മറിച്ച് ഈ പറയുന്ന നമ്മുടെ ഹണി റോസ് അത് ചെയ്യുമ്പോൾ സ്ത്രീ സംരക്ഷണം, സ്ത്രീ സൗഖ്യം, സ്ത്രീക്ക് എന്ത് വേണേയാകാം, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെങ്കില് നമ്മളെല്ലാം കാണുന്നത് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് എല്ലാവർക്കും പൈസ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇവൻ എന്നെ കുറ്റം പറയണം. ഞാനും കുറ്റമൊന്നും അല്ല പറയുന്നത്, ഞാന് ഇതൊരു അഭിപ്രായം പറയുകയാണ്. കാര്യം ഈ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കലാകാരിയായിട്ടുള്ള രേണുസുതി ഉണ്ടാകുള്ളൂ അല്ലെ. അപ്പൊ ഈ കുറ്റം പറയുന്ന ആൾക്കാരില്ലെങ്കിൽ രേണുസുതി ഇല്ല. പിന്നെ ഈ അഭിനയം എന്ന് പറയുമ്പോൾ അതൊരു അഭിനയമായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ള ആൾക്കാർ ചോദിക്കും. അപ്പോ നമുക്ക് ചിന്തിക്കാം, ഈ പറയുന്ന തമിഴ്നാട്ടിലെ അമ്മേ തായി എന്ന് വിളിച്ച് നടന്ന ജയലളിത, മൺമറഞ്ഞ ജയലളിത, അവരുടെ ദൈവമായിരുന്നു, അമ്മയായിരുന്നു. അദ്ദേഹത്തിന് പുള്ളിക്കാരത്തിക്ക് ഒരു മുൻകാല ചരിത്രമുണ്ടായിരുന്നു. ഭയങ്കര നടിയായിരുന്നു. പുള്ളിക്കാരത്തിയുടെ അന്നത്തെ ഒക്കെ നടനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാര് അതല്ല, അങ്ങനല്ല, വേറെ നല്ല രീതിയിൽ ഉള്ള ചിന്താഗതി അല്ലെന്ന് തോന്നും അന്നത്തെ കാലത്ത്. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന അതൊക്കെ ഒരു എന്താ പറയുക, സിനിമ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മനുഷ്യന്റെ സെൻസിനെ, ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട നാടകം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. ഇപ്പൊ രേണുസുതിയെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോൾ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്, നാടകമാണ്, അഭിനയമാണ്, ഇതൊക്കെയാണ്. അപ്പോ അതിനെ ഉദ്ഘോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി നമ്മളുടെ യൂട്യൂബിൽ ഞാൻ ഉൾപ്പെടെ, ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു വീഡിയോ ഇതിപ്പോ രേണു ചേച്ചിയെ പറ്റി അല്ലെങ്കിൽ രേണുകുട്ടിയെ പറ്റി ചെയ്തതേ ഉള്ളൂ, ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നടത്തുന്നു.